Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. എലിസബത്ത് വാസ് എ വിഡോ. വിഡോ എന്നാൽ വിധവ. എലിസബത്ത് ഒരു വിധവയായിരുന്നു. ഷീ ലിവ്ഡ് വിത്ത് ഹെർ 2 ചിൽഡ്രൻ. ഷീ ലിവ്ഡ് അവൾ ജീവിച്ചിരുന്നത് വിത്ത് ഹെർ 2 ചിൽഡ്രൻ അവളുടെ 2 കുട്ടികളുടെ കൂടെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ഹെർ ഹസ്ബൻഡ് ഹാഡ് ഡൈഡ് 4 years ago. അവളുടെ ഭർത്താവ് 4 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ ഗാർമെൻറ്റ് ഫാക്ടറി. ഗാർമെൻറ്റ് എന്നാൽ വസ്ത്രം എന്നാണ് അർത്ഥം. വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ അവൾ അതിനുശേഷം ജോലി ചെയ്യാൻ ആരംഭിച്ചു. ടൈം പാസ് ക്വിക്ക്ലി. കാലം പെട്ടെന്ന് കടന്നുപോയി. നൗ ഇപ്പോൾ മൈക്ക് വാസ് ഇൻ ഗ്രേഡ് 6 ആൻഡ് കെയ്റ്റ് വാസ് ഇൻ ഗ്രേഡ് 4. ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുള്ള മൈക്ക് 6ാം തരത്തിലും മറ്റൊരു കുട്ടിയായിട്ടുള്ള കൈറ്റ് 4ാം തരത്തിലും പഠിക്കുകയാണ്. ദ ചിൽഡ്രൻ നെവർ ആസ്ക്ഡ് ഫോർ ടോയ്സ് ഓർ ഗിഫ്റ്റ്സ്. ദ ചിൽഡ്രൻ നെവർ ആസ്ക്ഡ് കുട്ടികൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഫോർ ടോയ്സ് ഓർ ഗിഫ്റ്റ്സ് കളിപ്പാട്ടങ്ങളോ അതല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങളോ കുട്ടികൾ ഇതുവരെ ഒരിക്കലും ചോദിച്ചിട്ടില്ല. They understood that their mother worked hard to cover school and living costs. They understood അവർക്ക് മനസ്സിലായിരുന്നു that their mother worked hard അവരുടെ അമ്മ കഠിനമായി ജോലി ചെയ്യുന്നുണ്ട്. to cover school and living costs ജീവിക്കാനുള്ള ചിലവ് കണ്ടെത്താനും അതുപോലെ സ്കൂളിലെ ചിലവിനും വേണ്ടിയിട്ട് അമ്മ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എലിസബത്ത് മാനേജ്ഡ് ടു പേ ഫോർ ഫുഡ് ബിൽസ് ആൻഡ് ദ കിഡ്സ് എഡ്യൂക്കേഷൻ. മാനേജ് എന്നാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥം, നിയന്ത്രിക്കുക, കഴിച്ചു കൂട്ടുക. ഇവിടെ കഷ്ടിച്ച് നിറവേറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എലിസബത്ത് മാനേജ്ഡ് ടു പേ ഫോർ ഫുഡ് ബിൽസ് ആൻഡ് ദ കിഡ്സ് എഡ്യൂക്കേഷൻ. ബില്ലുകൾ അതുപോലെ ഭക്ഷണത്തിനുള്ള ചിലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ്, ഇതൊക്കെ എലിസബത്ത് കഷ്ടിച്ച് നിർവഹിച്ചിരുന്നു. But she couldn't afford to paint the house or fix other old things. പക്ഷേ she couldn't afford to എന്നാൽ താങ്ങാനാവുക എന്നുള്ള അർത്ഥമാണ്. But she couldn't afford to പക്ഷേ അവൾക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല to paint the house or fix the other old things. വീടിന് പെയിൻ്റ് അടിക്കുക അതുപോലെ മറ്റുള്ള വീട്ടിലെ വസ്തുക്കൾ നന്നാക്കുക, ഇതിനൊന്നും ഉള്ള ചിലവ് അവൾക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ദ വാൾസ് വേർ ഡൾ. വാൾസ് എന്നാൽ ചുമരുകൾ, ഡൾ എന്നാൽ മങ്ങിയ. ദ വാൾസ് വേർ ഡൾ ചുമരുകൾ മങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ പെയിൻറ്റ് ഹാഡ് പീൽഡ് ഓഫ് ഇൻ മെനി പ്ലേസസ്. പീൽ ഓഫ് എന്നാൽ പിഴുതു മാറ്റുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ആ പെയിൻറ്റ് പഴക്കം കാരണം അത് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ദ പെയിൻറ്റ് ഹാഡ് പീൽഡ് ഓഫ് ഇൻ മെനി പ്ലേസസ് ഒരുപാട് സ്ഥലങ്ങളിൽ ആ പെയിൻറ്റ് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. സം ഫർണിച്ചർ വാസ് ബ്രോക്കൺ ഒരുപാട് ഫർണിച്ചറുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മെനി തിങ്സ് നീഡഡ് റിപ്പയർ ഒരുപാട് ഉപകരണങ്ങൾ കേടു തീർക്കേണ്ടതുണ്ടായിരുന്നു. ഈച്ച് ഇയർ ഓരോ വർഷവും ഷീ ഗോട്ട് എ ബോണസ് ഫ്രം വർക്ക് എല്ലാ വർഷവും അവൾക്ക് അവളുടെ ജോലിയിൽ നിന്നും ബോണസ് ലഭിക്കാറുണ്ടായിരുന്നു. ബട്ട് ഷീ ഓൾവേസ് സ്പെൻഡ് ഇറ്റ് ഓൺ സ്കൂൾ ബുക്സ് ഓർ ഫീസ്. എന്നാൽ ഷീ ഓൾവേസ് സ്പെൻഡ് അവൾ എപ്പോഴും ചിലവഴിക്കുമായിരുന്നു ഇറ്റ് അത് ആ ബോണസായി ലഭിക്കുന്ന പണം ഓൺ സ്കൂൾ ബുക്സ് സ്കൂളിലെ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഫീസ് നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂൾ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവൾ എപ്പോഴും ആ പണം ചിലവഴിക്കുമായിരുന്നു. ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വാസ് ദ റൂഫ് ഏറ്റവും വലിയ പ്രശ്നം മേൽക്കൂരയായിരുന്നു. റൂഫ് എന്നാൽ മേൽക്കൂര. ഇറ്റ് ലീക്ഡ് വെന്നെവർ ഇറ്റ് റെയിൻഡ്. ഇറ്റ് ലീക്ഡ് അത് ചോരുമായിരുന്നു.
വെന്നെവർ ഇറ്റ് റെയിൻഡ്. വെന്നെവർ എന്നാൽ എപ്പോഴൊക്കെയാണ്, അപ്പോഴൊക്കെ എന്നുള്ള അർത്ഥമാണ്. എപ്പോഴൊക്കെയാണോ മഴ വർഷിക്കാറുണ്ടായിരുന്നത് അപ്പോഴൊക്കെ ആ മേൽക്കൂര ചോരുമായിരുന്നു. ബട്ട് എലിസബത്ത് ഷീ ഹാഡ് നോ എക്സ്ട്രാ മണി ടു ഫിക്സ് ഇറ്റ്. പക്ഷേ എലിസബത്തിൻ്റെ പക്കൽ കൂടുതൽ പണമില്ലായിരുന്നു അത് നന്നാക്കാൻ വേണ്ടിയിട്ട്. അവളുടെ അടുക്കൽ കൂടുതൽ പണം ഇല്ലായിരുന്നു. ഫിക്സ് എന്നാൽ ശരിയാക്കുക. ഷീ ഹാഡ് നോ എന്നാൽ അവളുടെ പക്കൽ ഇല്ലായിരുന്നു എന്നാണ് അർത്ഥം. വൺ മോർണിംഗ് ഒരു ദിവസം രാവിലെ. ദേ വേർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഇവിടെ ഹാവ് എന്നതിന് കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല വായിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് ഉച്ചരിക്കുക. എലിസബത്ത് വാസ് വാഷിംഗ് ദ കപ്സ് അറ്റ് ദ സിങ്ക്. സിങ്കിൽ വച്ച് എലിസബത്ത് കപ്പുകൾ കഴുകുകയായിരുന്നു. സഡൻലി പെട്ടെന്ന് ദ വാട്ടർ സ്റ്റോപ്ഡ് ഗോയിങ് ഡൗൺ. പെട്ടെന്ന് വെള്ളം താഴോട്ട് പോകുന്നത് നിന്നു. ദ സിങ്ക് ഫിൽഡ് അപ്പ് സിങ്ക് നിറഞ്ഞു. ആൻഡ് ദെൻ ദ പൈപ്പ് കെയിം ലൂസ്. അങ്ങനെ ആ സിങ്കിൽ ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് അയഞ്ഞു വന്നു. വാട്ടർ സ്പിൽഡ് ഓൾ ഓവർ ദ കിച്ചൺ ഫ്ലോർ. സ്പിൽ എന്നാൽ പതിക്കുക, ഒഴുകുക ഇതൊക്കെയാണ് അർത്ഥം. അടുക്കളയിൽ തറയിൽ ആകമാനം വെള്ളം ഒഴുകി. എലിസബത്ത് സൈഡ് എലിസബത്ത് നെടുവീർപ്പിട്ടു. നോ ഐ ഹാവ് ടു ഗോ ടു വർക്ക് എനിക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്. ആൻഡ് നൗ ദിസ് മെസ് ഇപ്പോൾ ഇത് താറുമാറായിട്ടുണ്ട് അല്ലെങ്കിൽ വൃത്തികേടായിട്ടുണ്ട് ഇതൊക്കെയാണ് അർത്ഥം. മെസ് എന്നാൽ വൃത്തികേടാകുക, താറുമാറാകുക, കുഴപ്പമാകുക. മൈക്ക് സ്റ്റുഡ് അപ്പ് മൈക്ക് എഴുന്നേറ്റു നിന്നു. മോം ഐ വിൽ ഹാൻഡിൽ ഇറ്റ് യു ഗോ ഇത് ഞാൻ കൈകാര്യം ചെയ്യാം, നിങ്ങൾ പൊയ്ക്കോളൂ. മൈക്ക് എഴുന്നേറ്റു നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു. ബട്ട് പക്ഷേ വാട്ട് അബൌട്ട് യുവർ സ്കൂൾ നിൻ്റെ സ്കൂളിൻ്റെ കാര്യമോ? സ്കൂളോ? ഷീ ആസ്ക്ഡ് അവൾ ചോദിച്ചു. സ്കൂളിൻ്റെ കാര്യമോ? ഐ വിൽ ടെൽ മൈ മേം ജൂലി എൻ്റെ ടീച്ചറായിട്ടുള്ള ജൂലിയോട് ഞാൻ പറയും. മൈക്ക് സെഡ് മൈക്ക് പറഞ്ഞു ഞാൻ ടീച്ചറോട് പറയും. ട്രൈങ് ടു കാം ഹർ അവളെ ശാന്തമാക്കാൻ ശ്രമിക്കും. എലിസബത്ത് നോഡഡ് എലിസബത്ത് തലയാട്ടി. ഓക്കെ ഐ വിൽ ഡ്രോപ്പ് കേറ്റ്. ഡ്രോപ്പ് എന്നാൽ ഇവിടെ ഇറക്കി വിടുക എന്നുള്ള അർത്ഥമാണ്. കേറ്റിനെ സ്കൂളിൽ ഞാൻ കൊണ്ടുവിടാം എന്ന് എലിസബത്ത് മൈക്കിനോട് പറഞ്ഞു. കേറ്റ് ഗ്രാബ്ഡ് ഹെർ ബാഗ് കേറ്റ് അവളുടെ ബാഗ് കൈക്കലാക്കി. ബൈ മൈക്ക് മൈക്കിനോട് ബൈ പറഞ്ഞു. എലിസബത്ത് ആൻഡ് കേറ്റ് ലെഫ്റ്റ് എലിസബത്തും കേറ്റും അവിടെ നിന്നും സ്കൂളിലേക്ക് പോയി. മൈക്ക് റോൾഡ് അപ്പ് ഹിസ് സ്ലീവ്സ് സ്ലീവ് എന്നാൽ കുപ്പായക്കൈ എന്നുള്ള അർത്ഥമാണ്. മൈക്ക് അവൻ്റെ കുപ്പായത്തിൻ്റെ കൈ മുകളിലേക്ക് മടക്കി. ഹീ സ്റ്റാർട്ടഡ് ഫിക്സിങ് ദ പൈപ്പ് ആൻഡ് ക്ലീൻ ദ ഫ്ലോർ ഹീ സ്റ്റാർട്ടഡ് ഫിക്സിങ് ദ പൈപ്പ് അവൻ പൈപ്പ് നന്നാക്കിയെടുക്കാനായിട്ട് ആരംഭിച്ചു. ആൻഡ് ക്ലീൻ ദ ഫ്ലോർ അവൻ തറ വൃത്തിയാക്കുകയും ചെയ്തു. ആഫ്റ്റർ എവറിത്തിങ് വാസ് ഡൺ എല്ലാം ചെയ്തതിനു ശേഷം ഹീ സാറ്റ് ഓൺ ദ ചെയർ അവൻ കസേരയിൽ ഇരുന്നു. ടയേർഡ് അവൻ ക്ഷീണിതനായിക്കൊണ്ട് കസേരയിൽ ഇരുന്നു. താങ്ക് ഗോഡ് നന്ദി. ഐ ഡിഡ് ഇറ്റ് ഞാൻ ഇത് ചെയ്തു. സൂൺ ദ റെയിനി സീസൺ ഹാഡ് സ്റ്റാർട്ടഡ് അങ്ങനെ വൈകാതെ മഴക്കാലം ആരംഭിച്ചു. ഡാർക്ക് ക്ലൗഡ്സ് കവേർഡ് ദ സ്കൈ ഓൾ ഡേ ക്ലൗഡ്സ് എന്നാൽ കാർമേഘങ്ങൾ. ഇരുണ്ട കാർമേഘങ്ങൾ ദിവസം മുഴുവനും ആകാശം മൂടി. വൺ നൈറ്റ് ഒരു ദിവസം രാത്രി. എലിസബത്ത് സ്റ്റുഡ് നിയർ ദ വിൻഡോ എലിസബത്ത് ജനലിൻ്റെ അടുക്കൽ നിന്നു. ദ വിൻഡ് ബ്ലൂ ഹാർഡ് ഔട്ട്സൈഡ് പുറത്ത് വളരെ ശക്തിയിൽ കാറ്റ് ആഞ്ഞു വീശി. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ് ടുനൈറ്റ് എന്നാൽ ഇന്ന് രാത്രി. എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രി മഴ പെയ്യുമെന്നാണ്. ഷീ സെഡ് അവൾ പറഞ്ഞു. വാട്ട് വിൽ വി ഡു നൗ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യും? മൈക്ക് ലുക്ക്ഡ് അപ്പ് ഫ്രം ഹിസ് സ്കൂൾ വർക്ക് മൈക്ക് സ്കൂളിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും അവൻ മുഖം ഉയർത്തി. ഡോണ്ട് വറി വിഷമിക്കേണ്ട.
മേ ബി ചിലപ്പോൾ, ഇറ്റ് വോണ്ട് റെയിൻ ചിലപ്പോൾ ഇന്ന് മഴ പെയ്തേക്കില്ല. ഷീ ടേൺഡ് ഓഫ് ദ ലൈറ്റ് ആൻഡ് ലേ ഡൗൺ ഇൻ ഹെർ ബെഡ്. ഷീ ടേൺഡ് ഓഫ് ദ ലൈറ്റ് അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. ആൻഡ് ലേ ഡൗൺ ഇൻ ഹെർ ബെഡ് എന്നിട്ട് അവൾ അവളുടെ ബെഡിൽ കിടന്നു. ലേ ഡൗൺ എന്നാൽ കിടന്നു. മൈക്ക് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ആൻഡ് പാക്ക്ഡ് ഹിസ് ബാഗ്. മൈക്ക് അവൻ്റെ ഹോംവർക്ക് തീർത്തുകൊണ്ട് അവൻ അവൻ്റെ ബാഗ് പാക്ക് ചെയ്തു. ദെൻ ഹീ ലേ ഡൗൺ ക്വയറ്റ്ലി. ക്വയറ്റ്ലി എന്നാൽ മിണ്ടാതെ ശാന്തനായിക്കൊണ്ട് അവൻ കിടന്നു. സൂൺ വൈകാതെ മൈക്ക് ഫെൽ അസ്ലീപ്പ്. മൈക്ക് ഉറക്കത്തിലാണ്ടു. സഡൻലി പെട്ടെന്ന്. എറൗണ്ട് മിഡ് നൈറ്റ് അർദ്ധരാത്രി ഏകദേശം അർദ്ധരാത്രി. ഹി ഫെൽറ്റ് സംതിങ് കോൾഡ് ഓൺ ഹിസ് ഫേസ്. ഹി ഫെൽറ്റ് അവന് അനുഭവപ്പെട്ടു. സംതിങ് കോൾഡ് ഓൺ ഹിസ് ഫേസ് അവൻ്റെ മുഖത്ത് തണുപ്പ് അവന് അനുഭവപ്പെട്ടു. തണുപ്പുള്ള എന്തോ ഒന്ന് അവൻ്റെ മുഖത്ത് വീണതായിട്ട് അവന് അനുഭവപ്പെട്ടു. വാട്ടർ വാസ് ഫോളിങ് ഓൺ ഹിം. വെള്ളം അവൻ്റെ മേൽ വീഴുകയായിരുന്നു. ഹി ഓപ്പൺഡ് ഹിസ് ഐസ് ആൻഡ് സാറ്റപ്പ്. അവൻ അവൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ എഴുന്നേറ്റിരുന്നു. മോം ഇറ്റ്സ് റെയിനിങ്. അമ്മേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി സെഡ് അവൻ പറഞ്ഞു. ഷെയ്ക്കിംഗ് എലിസബത്ത്സ് ഹാൻഡ്. എലിസബത്തിൻ്റെ കൈ കുലുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, അമ്മേ മഴ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എലിസബത്ത് വോക്കപ്പ് വിത്ത് എ സ്റ്റാർട്ട്. ഓ നോ. എലിസബത്ത് നോ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് ഉറക്കമുണർന്നു. വെയ്ക്കപ്പ് എന്നാൽ ഉറക്കമുണരുക. അതിൻ്റെ പാസ്റ്റാണ് വോക്കപ്പ്. ഉറക്കമുണർന്നു. ജസ്റ്റ് ദെൻ വൈകാതെ ഉടനെ എ ലൗഡ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് ലിറ്റ് അപ്പ് ദ റൂം. ലൗഡ് ഫ്ലാഷ് എന്നാൽ ഉച്ചത്തിലുള്ള ഒരു ശബ്ദമുള്ള ഒരു ഇടിമിന്നൽ. ലിറ്റ് അപ്പ് ദ റൂം ആ റൂമിൽ പ്രകാശിച്ചു. ആ ഇടിമിന്നലിൻ്റെ ശക്തിയിൽ ഒരു പ്രകാശം ആ റൂമിൽ ഉണ്ടായി. കെയ്റ്റ് വോക്കപ്പ്. കെയ്റ്റ് ഉറക്കമുണർന്നു. ഹെർ ഐസ് വൈഡ് വിത്ത് ഫിയർ. വിത്ത് ഫിയർ എന്നാൽ ഭയം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോം ഷീ ക്രൈഡ്. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. ഡോണ്ട് വറി കെയ്റ്റ്. വിഷമിക്കേണ്ട കെയ്റ്റ്. എലിസബത്ത് സെഡ്. എലിസബത്ത് പറഞ്ഞു. ഹോൾഡിങ് ഹെർ ക്ലോസ്. അവളെ അടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട. വി ആർ വിത്ത് യു. ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. കെയ്റ്റ് നോഡഡ്. കെയ്റ്റ് തലയാട്ടി. സ്റ്റിൽ ഹഗ്ഗിങ് ഹെർ ടൈറ്റ്ലി. അമ്മയെ അപ്പോഴും ശക്തിയായിട്ട് അമ്മയെ പിടിച്ചുകൊണ്ട് എലിസബത്ത് തലയാട്ടി. ഹഗ്ഗിങ് എന്നാൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. എലിസബത്ത് ആൻഡ് മൈക്ക് റഷ് ടു ദ കിച്ചൺ. എലിസബത്തും മൈക്കും കിച്ചണിലേക്ക് ധൃതിയിൽ പോയി. കെയ്റ്റ് ഫോളോഡ് ദം. കെയ്റ്റ് അവരെ പിന്തുടർന്നു. വാട്ടർ വാസ് ഫോളിങ് ഫ്രം ദ റൂഫ് ഇൻ മെനി പ്ലേസസ്. മേൽക്കൂരയിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ദേ പ്ലേസ്ഡ് പോട്ട്സ് ആൻഡ് ബൗൾസ് അണ്ടർ ദ ലീക്സ്. പോട്ട്സ് എന്നാൽ കുടങ്ങൾ, ബൗൾസ് എന്നാൽ ചെറിയ പാത്രങ്ങൾ, ചെറിയ പ്ലേസ് എന്നാൽ വയ്ക്കുക. ചെറിയ പാത്രങ്ങളും കുടങ്ങളും അവർ ആ ലീക്ക് ഉള്ള ചോർച്ചയുള്ള സ്ഥലത്ത് താഴെയായിട്ട് വച്ചു. വാട്ടർ സ്റ്റാർട്ടഡ് ടു കളക്ട് ഇൻ ദം. വെള്ളം അവകളിൽ ശേഖരിക്കാൻ ആരംഭിച്ചു. ബട്ട് ദർ വേർ ടു മെനി സ്പോട്സ്. പക്ഷെ അവിടെ ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. ആ മേൽക്കൂരക്ക് ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. മൈക്ക് ഹെൽപ്ഡ് പുഷ് ദ ബെഡ് ടു എ ഡ്രൈ കോർണർ. ഡ്രൈ കോർണർ എന്നാൽ ഉണങ്ങിയിട്ടുള്ള സ്ഥലം. ഉണങ്ങിയിട്ടുള്ള ഒരു മൂലയിലേക്ക് ബെഡ് തള്ളി നീക്കാനായിട്ട് മൈക്ക് അവളെ സഹായിച്ചു. ദേ ഓൾ സാറ്റ് ദർ. അവർ എല്ലാവരും അവിടെ ഇരുന്നു. കെയ്റ്റ് ഹെൽഡ് എലിസബത്ത് ടൈറ്റ്ലി. കെയ്റ്റ് എലിസബത്തിനെ ശക്തിയായിട്ട് പിടിച്ചു. ദേ കുഡിൻറ്റ് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. അവർക്ക് അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. ദേ കുഡിൻറ്റ് എന്നാൽ അവർക്ക് സാധിച്ചില്ല. സ്ലീപ്പ് ഉറങ്ങാൻ. ദേ കുഡിൻറ്റ് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. വൺ ഈവനിങ്. ഒരു ദിവസം വൈകുന്നേരം എലിസബത്ത് കെയിം ഹോം വിത്ത് എ സ്മൈൽ. എലിസബത്ത് പുഞ്ചിരിയോടെ വീട്ടിലേക്ക് വന്നു. ഐ ഗോട്ട് മൈ ബോണസ് ടുഡേ. ഇന്ന് എനിക്ക് എൻ്റെ ബോണസ് ലഭിച്ചു. മൈക്ക് സ്പോക്ക്. മൈക്ക് പറഞ്ഞു, മോം വി ക്യാൻ ബൈ സെക്കൻഡ് ഹാൻഡ് ബുക്സ്. നമുക്ക് സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ വാങ്ങാം. പഴയ പുസ്തകങ്ങൾ നമുക്ക്
വാങ്ങാം. ആൻഡ് അവർ യൂണിഫോംസ് ആൻഡ് ഷൂസ് ആർ സ്റ്റിൽ ഫൈൻ. ഞങ്ങളുടെ യൂണിഫോമുകളും ഞങ്ങളുടെ ഷൂകളും ഇപ്പോഴും നല്ലതാണ്. കെയ്റ്റ് നോഡ്. കെയ്റ്റ് തലയാട്ടി. യെസ് മോം. ലെറ്റ്സ് ഫിക്സ് ദ റൂഫ് ആൻഡ് പെയിൻറ്റ് ദ ഹൗസ്. നമുക്ക് മേൽക്കൂര ശരിയാക്കാം, നമുക്ക് വീട് പെയിൻറ്റ് അടിക്കുകയും ചെയ്യാം. എലിസബത്ത് സ്മൈൽഡ്. എലിസബത്ത് പുഞ്ചിരിച്ചു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അതൊരു നല്ല ആശയമാണ്. ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം എലിസബത്ത് വെൻ ടു ദ മാർക്കറ്റ്. എലിസബത്ത് മാർക്കറ്റിലേക്ക് പോയി. ഷീ ബോട്ട് സിമെൻറ്റ്, എ പൈപ്പ്, പെയിൻറ്റ് ആൻഡ് അതർ തിങ്സ്. ഷീ ബോട്ട് സിമെൻറ്റ്. അവൾ സിമെൻറ്റ് വാങ്ങി. ബോട്ട് എന്നാൽ വാങ്ങി, ബൈ എന്നാൽ വാങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് ബോട്ട്. എ പൈപ്പ്. ഒരു പൈപ്പ് വാങ്ങി. പെയിൻറ്റ് ആൻഡ് അതർ തിങ്സ്. മറ്റുള്ള വസ്തുക്കളും അവൾ വാങ്ങി. അറ്റ് ഹോം. വീട്ടിൽ വച്ച്. ഷീ മെയ്ഡ് മിക്സ്ചർ. മൈക്ക് ക്ലൈംഡ് അപ്പ് ആൻഡ് പാച്ച്ഡ് ദ ലീക്കിംഗ് സ്പോട്ട്സ് ഓൺ ദ റൂഫ്. മൈക്ക് ക്ലൈംഡ്. മൈക്ക് കയറി. മൈക്ക് മുകളിലേക്ക് കയറി. ആൻഡ് പാച്ച്ഡ്. എന്നിട്ട് ഒട്ടിച്ചു ചേർത്തു. ലീക്കിംഗ് സ്പോട്ട്സ് ഓൺ ദ റൂഫ്. റൂഫിലെ മേൽക്കൂരയിലെ ആ ചോർച്ചയുള്ള ഭാഗങ്ങളിൽ അവൻ ഒട്ടിച്ചു ചേർത്തു. മീൻ വൈൽ. അതേസമയം എലിസബത്ത് ഫിക്സ്ഡ് ദ സിങ്ക് പൈപ്പ് ഇൻ ദ കിച്ചൺ. അതേസമയം സിങ്കിലെ അടുക്കളയിലെ സിങ്കിൻ്റെ പൈപ്പ് എലിസബത്ത് ശരിയാക്കി. ഇറ്റ് ഫൈനലി സ്റ്റോപ്ഡ് ലീക്കിംഗ്. ഒടുവിൽ ആ ചോർച്ച നിന്നു. ലേറ്റർ. പിന്നീട് ഷീ ആൻഡ് മൈക്ക് സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ദ വാൾസ്. അതിനുശേഷം അവളും മൈക്കും ചുമരുകൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഐ വാണ്ട് ടു ഹെൽപ്പ് ടു. എനിക്കും സഹായിക്കണം. കെയ്റ്റ് സെഡ്. കെയ്റ്റ് പറഞ്ഞു, എനിക്കും സഹായിക്കണം. ഹോൾഡിങ് എ ബ്രഷ്. ഒരു ബ്രഷ് പിടിച്ചുകൊണ്ട് കെയ്റ്റ് പറഞ്ഞു. എലിസബത്ത് ലാഫ്ഡ്. എലിസബത്ത് ചിരിച്ചു. ഓക്കെ, യു ക്യാൻ പെയിൻറ്റ് ദ കിച്ചൺ. നിനക്ക് അടുക്കള പെയിൻറ്റ് ചെയ്യാം. കെയ്റ്റ് ഡിപ്ഡ് ഹെർ ബ്രഷ് ഇൻ പെയിൻറ്റ്. ഡിപ്പ് എന്നാൽ മുക്കുക എന്നുള്ള അർത്ഥമാണ്. കെയ്റ്റ് ഡിപ്ഡ്. കെയ്റ്റ് മുക്കി. ഹെർ ബ്രഷ്. അവളുടെ ബ്രഷ്. ഇൻ പെയിൻറ്റ്. പെയിൻറ്റിൽ അവൾ അവളുടെ ബ്രഷ് മുക്കി. എ ബിഗ് ഡ്രോപ്പ് ഫെൽ ഓൺ ഹെർ നോസ്. ഒരു വലിയ തുള്ളി അവളുടെ മുഖത്ത്, അവളുടെ മൂക്കിൽ വീണു. ഫെൽ എന്നാൽ വീണു. ഡ്രോപ്പ് എന്നാൽ തുള്ളി. ഓപ്സ്. ഷീ ഗിഗിൾഡ്. ഗിഗിൾ എന്നാൽ കുലുങ്ങിച്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. അവൾ കുലുങ്ങിച്ചിരിച്ചു. മൈക്ക് ആൻഡ് എലിസബത്ത് വെർ സ്മൈലിംഗ്. മൈക്കും എലിസബത്തും പുഞ്ചിരിക്കുകയായിരുന്നു. ഇൻ എ വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ ദ ഹൗസ് വാസ് റിനോവേറ്റഡ്. റെനോവേറ്റ് എന്നാൽ പുതുക്കി പണിയുക എന്നുള്ള അർത്ഥമാണ്. ഒരാഴ്ചക്കുള്ളിൽ വീട് പുതുക്കി പണിതു. മൈക്ക് ലുക്ക്ഡ് അറൗണ്ട്. മൈക്ക് ചുറ്റുപാടും നോക്കി. മോം, യു ഡിഡ് സോ മച്ച് ഹാർഡ് വർക്ക്. നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. എലിസബത്ത് സ്മൈൽഡ്. എലിസബത്ത് പുഞ്ചിരിച്ചു. ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ് വിത്തൗട്ട് യു. ഐ കുഡിൻറ്റ് ഹാവ് ഡൺ. എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇറ്റ് ഇത്. വിത്തൗട്ട് യു. നീ ഇല്ലാതെ, നിൻ്റെ സഹായം കൂടാതെ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കെയ്റ്റ് ഇൻ്ററപ്റ്റഡ്. ഇൻ്ററപ്റ്റ് എന്നാൽ തടസ്സപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. കെയ്റ്റ് ഇൻ്ററപ്റ്റഡ്. കെയ്റ്റ് തടസ്സപ്പെടുത്തി, തടഞ്ഞു. ആൻഡ് മീ ടു. ഞാനും എൻ്റെയും സഹായം കൂടാതെ ചെയ്യുമായിരുന്നില്ല. എലിസബത്ത് നോഡഡ്. എലിസബത്ത് തലയാട്ടി. യെസ്, അതെ. ബോത്ത് ഓഫ് യു. നിങ്ങൾ രണ്ടുപേരും. ദേ ഓൾ സ്മൈൽഡ്. അവർ എല്ലാവരും പുഞ്ചിരിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായം കൂടാതെ എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. മോറൽ. ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഹെൽപ്പിംഗ് ഈച്ച് അതർ മേക്സ് ലൈഫ് ഈസിയർ. ഹെൽപ്പിംഗ് ഈച്ച് അതർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കൽ. മേക്സ് ലൈഫ് ഈസിയർ അത് ജീവിതം എളുപ്പമാക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കൽ ജീവിതം എളുപ്പമാക്കുന്നു.